ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കരുതി. അപ്പോൾ പോകുന്നത് വേറെ എങ്ങോട്ടല്ല, വടാട്ടുപാറ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. വടാട്ടുപാറ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അടിപൊളി ഏരിയയാണ്. അതായത് ഒരു മിനി വണ്ടർലാ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അടിപൊളിയാണ് അവിടെ. പ്രത്യേകിച്ച് ഒരു മീഡിയം മഴക്കാലത്തൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല പാറകെട്ടുകളും അതിലൂടെ ഒഴുകുന്ന വെള്ളം, അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം അവിടെ ചെന്ന് കണ്ടാലേ മനസ്സിലാവും. കോതമംഗലം ഏരിയയിൽ ഒരു വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വാട്ടർഫോൾസാണ് വടാട്ടുപാറ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഞങ്ങൾ വെക്കേഷൻ ടൈമിലൊക്കെ മിക്കപ്പോഴും അവിടെ തന്നെയാണ്. ഈവനിങ് പോയാൽ സന്ധ്യ ആകുമ്പോഴാണ് വെള്ളത്തിൽ നിന്ന് കയറുക. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീം നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുക്കുയുടെ ഫാമിലിയാണ്. അവർ നേരത്തെ അവിടെ കുളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുളിക്കാനൊന്നും പ്ലാൻ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചുള്ളൂ. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോവാണ്. ഒരു ചായക്കട അന്വേഷിച്ച് ഇവിടെ നിറച്ച് കാടായിരുന്നു, ഒരു ചായ കിട്ടാൻ വഴിയുണ്ടായില്ല. പക്ഷേ നമ്മൾ പോയി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊരു ചായക്കട നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ നിന്നൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് കരുതി നമ്മളവിടെ നിർത്തി. നമ്മൾ പ്രത്യേകിച്ചൊരു കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പോകുമ്പോൾ ഏറ്റവും കഴിക്കാൻ കൊതി തോന്നുന്നൊരു സംഭവമാണ് ഉപ്പിലിട്ട സാധനങ്ങൾ. അതൊത്തിരി ഇവിടെ ഉണ്ടായിരുന്നു. പല നെല്ലിക്ക, ക്യാരറ്റ്, മുളക്, അതുപോലെ പല ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ മേടിച്ചില്ല. ഒരെണ്ണം കഴിച്ചു നോക്കിയപ്പോൾ അതിലുള്ള ടേസ്റ്റ് തോന്നിയില്ല ഇവിടുത്തെ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചില്ല. ഇവിടെ നിന്ന് കാപ്പി മാത്രം കുടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ കുക്കുവിന് കോഫിയാണ് ഇഷ്ടം. ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു. കുക്കു കോഫി കുടിക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് താഴത്തേക്ക് ഞങ്ങൾ നടക്കാം കേട്ടോ. താഴെ ഈ പാറയൊക്കെ താണ്ടി വേണം ഞങ്ങൾക്ക് താഴെ എത്താൻ. അവിടെയാണ് നമ്മുടെ ബാക്കി ആൾക്കാരൊക്കെ കുളിക്കുകയായിരിക്കും. ഇപ്പോൾ അവരൊക്കെ നേരത്തെ എത്തിയതാണ്. ഇവിടെ കണ്ടില്ലേ, ഒരു മഴ പെയ്താൽ തന്നെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ മലയും മഞ്ഞും അതുപോലെ തന്നെ നല്ലൊരു തണുപ്പാണ് ഇതിൽ കൂടെ നടക്കാൻ തന്നെ. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഓരോ പാറക്കെട്ടുകളുടെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കും. അതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണുമ്പോൾ ഈ അരുവികളൊക്കെ താണ്ടി നമ്മളൊരു ലക്ഷ്യസ്ഥാനത്തെത്തും എന്ന് പറയും പോലെയാണ് നമ്മൾ ആ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് എത്താൻ പോകുന്നത്. ഈ വീഡിയോയിൽ വാട്ടർഫോൾസൊന്നും അത്ര പക്കയായിട്ട് പിടിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളവിടെ ചെന്നപ്പോഴത്തേനും മഴ പെയ്തു. അപ്പോൾ നമുക്ക് അത്ര കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ ഇതിന് മുമ്പൊരു ദിവസം വന്ന വീഡിയോ ഞങ്ങൾ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ യഥാർത്ഥ ഭംഗി എന്താണെന്നും ഞാൻ മിനി വണ്ടർലേ ആണെന്ന് പറയാനുള്ള റീസൺ എന്താണെന്നും. അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടെ. ഇതൊരു പ്ലേസാണ്. ഇതിൻ്റെ മുകളിൽ വേറൊരു വാട്ടർഫോൾസിൻ്റെ ഒരു സ്ഥലം കൂടെ ഉണ്ട്, സെയിം പ്ലേസിൽ തന്നെ. പക്ഷേ അങ്ങോട്ട് പോയില്ല കേട്ടോ. ഇന്നൊരുപാട് വെള്ളമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ബാക്കി ആൾക്കാർ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അവരെല്ലാവരും വെള്ളത്തിലാണ്. നമ്മൾ ഇറങ്ങാനുള്ള ഡ്രസ്സ് കൊണ്ടൊന്നുമില്ല വന്നത്, അത് കാരണം നമ്മളിന്ന് ഇറങ്ങുന്നില്ല. മറ്റൊരു ഡേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങുന്ന വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഇതിനു മുമ്പ് വന്ന് ഇറങ്ങിയ ഒരു വീഡിയോ ഞങ്ങൾ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എത്രത്തോളം അടിപൊളിയാണ് ഇവിടെയെന്ന്. ഈ സ്ഥലം നമ്മുടെ ശിക്കാരി ശംഭു പോലുള്ള സിനിമകൾക്ക് ഷൂട്ട് ചെയ്ത ഒരു പ്ലേസാണ് കേട്ടോ ഈ ലൊക്കേഷൻ. ഇവിടെയൊക്കെയും ശിക്കാരി ശംഭു ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത്താത്തമാരും എല്ലാവരും വെള്ളത്തിലുണ്ട്.
അവരൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു കേട്ടോ വെള്ളത്തിന്. പക്ഷേ നമുക്ക് ഇറങ്ങാനുള്ള ഡ്രസ്സൊന്നും കൊണ്ടുവരാത്ത കാരണം ഇറങ്ങാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം എന്തായാലും ഇറങ്ങുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ ഇനിയിടുന്ന വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ഓരോ വീഡിയോസും കാണാൻ പറ്റുള്ളൂ. കുക്കൂടെ ഉമ്മച്ചിയാണ് കേട്ടോ ഇത്. മഴ കാരണം കോട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ്. എല്ലാവരും വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടപ്പോൾ നല്ല കൊതിയുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിലേക്ക് ഇറങ്ങി. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കാല് മാത്രം മുക്കി കയറി പോന്നു. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇറങ്ങാൻ വരണം. ഞങ്ങൾ മിക്ക ദിവസത്തിലും ഇവിടെ വന്ന് ഇറങ്ങാറുണ്ട്. എത്ര ഇറങ്ങിയാലും കൊതി ഇല്ലാത്തൊരു പ്ലേസാണിത്. പിന്നെ ഇന്ന് നമ്മൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലാത്ത കാരണം ഇന്ന് ഇറങ്ങിയില്ല. ഇന്ന് വെള്ളം വളരെ കുറവാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇതിൻ്റെ യഥാർത്ഥ ഭംഗി ഞങ്ങൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഷോർട്സ് പോയി കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയുള്ള ഏരിയ ആണിതെന്ന്. വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയും വീഡിയോസ് ഉണ്ടാവും എല്ലാ ദിവസവും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. മഴയൊക്കെ പെയ്ത കാരണം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ഞങ്ങൾ വേറൊരു കടയിൽ നിന്ന് ഉപ്പിലിട്ട ചാമ്പയ്ക്കയും നെല്ലിക്കയും മാങ്ങയൊക്കെ മേടിച്ചു. ഇവിടെ ഈ കടയിൽ അടിപൊളി മാങ്ങയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ ആദ്യം പോയി കടയിൽ നിന്ന് മേടിച്ചില്ല, അവിടെ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മേടിച്ച് അവിടെ നിന്ന് കുറേ നേരം കഴിച്ചു. ബാക്കി ഗ്യാങ് അവിടെ നിന്ന് കുളിച്ച് കയറി വരുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും എത്തി. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുമെന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. ഇനി സിനിമയ്ക്ക് പോകണോ, ഫെസ്റ്റ് ഉണ്ടായിരുന്നു, ഫെസ്റ്റിന് പോകണോ എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഇനി സിനിമയ്ക്ക് പോകാമെന്നുള്ള പ്ലാനിലേക്ക് അവസാനം എത്തി. അപ്പോൾ ഏത് സിനിമയ്ക്ക് പോകുമെന്നുള്ള കൺഫ്യൂഷനിലാണ് എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് സിനിമ കാണാൻ വേണ്ടി എത്തി. സെക്കൻഡ് ഷോക്കാണ് കയറിയത്. നമ്മൾ കണ്ട സിനിമ സൂക്ഷ്മദർശിനിയായിരുന്നു കേട്ടോ കണ്ടത്. ഒരുപാട് ഷോർട്സൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.